Hallelujah. 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 Praise the Lord. Hallelujah. 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 Praise the Lord. കഴിഞ്ഞ 1 മണിക്കൂർ സമയം അന്യരെ വിധിക്കരുത്, അവരനോട് ക്ഷമിക്കണം, നീ അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നീയും അളക്കപ്പെടും, നീ കൊടുക്കുന്നതിനനുസരിച്ച് അമർത്തി കുലുക്കി നിറച്ച് അളന്ന് മടിയിലിട്ട് തരുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ തിരുവചനത്തിലൂടെ കാണുകയായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. തിരുവചനം തുടർന്നു പോകുന്നത് 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിലൊരു സൂചകം പറഞ്ഞു, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് അതിനുള്ളിൽ വിധിക്കരുത് എന്നതിനെ സൂചിപ്പിക്കാൻ കർത്താവ് ചെറിയൊരു ഉപമ നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ടല്ലോ. അന്യന്റെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നേരെ ചാട്ടുളി പോലെ കർത്താവ് കടന്നുവരുന്ന വചനഭാഗമാണ് നമ്മളിനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ജീവിതത്തിന്റെ അനുഭവത്തില്, ദിവ്യകാരുണ്യത്തിന്റെ അനുഭവത്തില് ദൈവസ്നേഹത്തെ, മാതൃസ്നേഹത്തെ, മാതാവിന്റെ സ്നേഹത്തെ നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെയും മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് യാതൊരു മാറ്റവും വരാതെ കടന്നു പോകുന്നത് പോലെ അനുഭവങ്ങളിലൂടെ പഠിച്ച് ദൈവസ്നേഹത്തിന് ജീവിതം കൊടുക്കാൻ പറ്റാതെ നമ്മൾ നമ്മുടെ വഴിക്ക് കടന്നു പോയിട്ടുണ്ടാകാം. ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ദൈവസ്നേഹത്തിൽ പടരണമെന്ന്, കത്തിപ്പടരണമെന്ന്, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ നമുക്ക് സാധിക്കാതെ പോകുന്നു. പൗലോസ്ലീഹയുടെ തിരുവചനം പലവട്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ തവണയും ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റുപറയാറുണ്ട്, ഞാൻ എത്രയോ ദുർഭകനായ മനുഷ്യൻ, ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. എത്രയോ ദുർഭകനായ മനുഷ്യൻ, ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദുർഭകനായ മനുഷ്യൻ എന്ന് മാറത്തടിച്ചു വിളിച്ച് കരയുന്ന, ദൈവസ്നേഹത്തെ ആവോളം അനുഭവിച്ച ഇതാ നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു, യേശുവാകുന്നു ഞാനെന്ന് പറഞ്ഞ കുതിരപ്പുറത്ത് നിന്ന് തള്ളിത്താഴെയിട്ട് ദൈവസ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ അവസരം ലഭിച്ച പൗലോസ്ലീഹയുടെ അതേ അനുഭവത്തിലൂടെ നമ്മളും പലവട്ടം കടന്നുപോയിട്ടുണ്ട്. ദൈവസ്നേഹത്തിന് മറുതലിച്ചപ്പോഴൊക്കെയും അതെ, ദൈവസ്നേഹത്തെ മറുതലിക്കുന്നവരാണ് നമ്മൾ. ദൈവസ്നേഹത്തെ മറുതലിക്കുന്നവരാണ് നമ്മൾ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 3-ാം അധ്യായത്തില് 18-19 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ. ദൈവസ്നേഹത്തെ മറുതലിച്ചു നിൽക്കുമ്പോൾ യേശുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവസ്നേഹം അനുഭവിച്ചറിയണം. അനുഭവിച്ചറിയുന്ന ദൈവസ്നേഹത്തിന്റെ നീളവും
വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഇടവരണം. പൗലോസിന്റെ അധരങ്ങളിലൂടെ സംസാരിക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും അറിയുവാൻ നമുക്ക് സാധിക്കുക? എങ്ങനെയാണ് സാധിക്കുക? എപ്പോഴെങ്കിലും നമ്മൾ ദൈവസ്നേഹം അനുഭവിച്ചിട്ടുണ്ടോ? അച്ഛൻ നേരത്തെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവസ്നേഹത്തെ അനുഭവിച്ച കുറെ കാര്യങ്ങൾ 87 ക്രിസ്മസ് രാത്രിയിൽ മരണത്തോട് 87 ഡിസംബർ 28 വരെ നീണ്ടു നിൽക്കുന്ന ആയുസിന്റെ കണക്ക് പുസ്തകം വൈദ്യൻ നീട്ടിയിട്ട് നിങ്ങളുടെ അമ്മയ്ക്ക് റോസി ജോസിന് ഇത്ര കാലത്തെ ആയുസ്സേ ഉള്ളൂ, കിഡ്നി ഒരെണ്ണം ഫെയിലിയറായി, പ്രഷർ തലക്കടിച്ചു, ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുന്നു, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് 26-27 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ജൈത്രയാത്ര ആയുസ്സിന് കർത്താവ് നീട്ടിക്കൊടുത്തപ്പോൾ ദൈവസ്നേഹമല്ലേ അത്? ദൈവസ്നേഹമല്ലേ? ആ ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും അളക്കാൻ എന്റെ കയ്യില്, നമ്മുടെ കയ്യിൽ ഒരു ഉത്തരമേ ഉള്ളൂ: യേശുനാഥന്റെ ഈ തിരുക്കുരിശ്. 2 ലംബവും തിരശ്ചീനവുമായ 2 രേഖകളാൽ ബന്ധിതമായ ഈ കുരിശിലുണ്ട് ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും. തലേന്ന് രാത്രിയില് പാതിരാത്രിയോളം ശിഷ്യന്മാരോടൊപ്പം ഇരുന്നിട്ടും തന്റെ തലയ്ക്ക് മത്തുപിടിച്ച പോലെ ഇനിയും ഞാൻ കടക്കേണ്ട മണിക്കൂറുകൾ ഏറ്റവും പീഡകളുടെ മണിക്കൂറുകളാണെന്നറിയുമ്പോൾ ഗത്സമൻ തോട്ടത്തിലെ ഒറ്റപ്പെട്ട രാത്രിയിലെ കൂട്ടുകാരാരുമില്ലാത്തിടത്ത് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിത്തരണമേ എന്ന് നിലവിളിച്ചപേക്ഷിക്കുന്ന പുത്രന്റെ മുമ്പില് ഒരനക്കവുമില്ലാതെ നിൽക്കുന്ന പിതാവിന്റെ യാതൊരു ലാഞ്ചനയും, പിതാവ് കൂടെയുള്ളതിന്റെ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരനക്കവും പിതാവിന്റെ ഭാഗത്തു നിന്നില്ലാതിരിക്കുമ്പോൾ എന്റെ ഇഷ്ടം പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിന് സ്വയം വിട്ടുകൊടുത്തപ്പോൾ ഒരു ചെറിയ തെന്നലായിട്ട്, ഇളങ്കാറ്റായിട്ട് ദൈവസ്നേഹം കടന്നു വന്നിട്ട് ദൈവദൂതന്റെ ആത്മാവ് അല്ലെങ്കിൽ കർത്താവിന്റെ ദൂതൻ അവനെ ശക്തിപ്പെടുത്തി എന്ന് പറയുന്ന തിരുവചനത്തില് ദൈവസ്നേഹം അനുഭവിച്ചറിയുന്നുണ്ട്. 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആയുസിന്റെ ബലം വൈദ്യൻ നിശ്ചയിച്ചിട്ട് 3 മാസം കഴിയുമ്പോൾ സ്വന്തം പിതാവ് കടന്നു പോകുമ്പോ, എന്തേ കർത്താവെ 3 മാസത്തേക്ക് കൂടി നീട്ടി വൈദ്യന്മാര് നിശ്ചയിച്ച ആയുസ് നീ പകുതിയായി കുറച്ച് ദൈവത്തെ നീ എടുത്തുകൊണ്ടുപോയതെന്തേ എന്ന് ചോദിക്കാനായിട്ട് പലവട്ടം നാവും പലവട്ടം മനസ്സും ആത്മാവും ദൈവത്തെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ ഈ പാനം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന ദൈവപുത്രനെ പ്രതി എല്ലാം സ്വീകരിക്കാൻ 2010 ജൂലൈ 18 പത്രമാധ്യമങ്ങള് വളരെ വലിയ ഒരു സങ്കടകരമായ വാർത്ത. ആലപ്പുഴ വള്ളംകളി ഫിനിഷിംഗ് പോയിന്റില് ഞായറാഴ്ച അതിരാവിലെ പുത്തൻ കാറും എടുത്തുകൊണ്ട് പള്ളിയിൽ ചെന്ന് വെഞ്ചരിക്കുവാൻ മക്കള് ദർശനയെയും ഡോണയെയും 12ഉം 7ഉം വയസ്സുള്ള പിള്ളേരെ കയറ്റി പിന്നിലിരുത്തിയിട്ട് ഡേവിസ് മാഷ് വീട്ടിൽ നിന്ന് റിവേഴ്സ് എടുത്തു കൊണ്ടുപോയ കാറ് ഗേറ്റ് തുറന്നു പിടിച്ച മിനി ടീച്ചർ കാറ് നേരെ പോയി ഫിനിഷിംഗ് പോയിന്റില് 10 ആള് താഴ്ചയിലുള്ള വെള്ളത്തിലേക്ക് വീണ് മക്കള് മരണമടയുമ്പോൾ തുറന്നു കിട്ടിയ വാതിലിലൂടെ കാറിൽ നിന്ന് പുറത്തു ചാടി പുറത്തു കടന്ന് എന്റെ കൈ കൊണ്ട് എന്റെ മക്കൾ നഷ്ടപ്പെട്ടല്ലോ എന്ന വേദനയോടെ വീടിനകത്തേക്ക് ഓടിക്കയറിയ ഗൃഹനാഥൻ ഡേവിസ് മാഷ് കിട്ടിയ വിഷമെടുത്ത് കഴിച്ചു മരിക്കാൻ ഒരുങ്ങുമ്പോൾ 95% മരിച്ചു കഴിഞ്ഞെന്ന് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ വൈദ്യശാസ്ത്രന്മാർ വിധിയെഴുതിയ ഭർത്താവിന്റെ ചേതനയാതെ അറ്റുപോകാൻ നിൽക്കുന്ന അവസാന മണിക്കൂറിന്റെ കാവൽ നിൽക്കുന്ന കാവൽക്കാരിയായിട്ട് മിനി ടീച്ചർ ഒരു വശത്തും 2 മക്കൾ 12 വയസ്സുകാരിയും 7 വയസ്സുകാരിയും മരിച്ച് മോർച്ചറിയിലിരിക്കുന്ന അവസ്ഥയില്
വിങ്ങിക്കരയുന്ന മിനി ടീച്ചർ. പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ ഇനിയും പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദീപിക പത്രത്തിന്റെ 19-ാം തീയതിയിലെ പത്രവാർത്തയുടെ പിന്നില് ഈ ചിത്രം വീണ്ടും തെളിഞ്ഞു കാണും. കരുണയിരുന്ന് ദൈവങ്ങളെ തേടി ആകാശത്തേക്ക് നോക്കിയിട്ട് ദൈവത്തിന്റെ ഒരു ഉത്തരം പോലും കിട്ടാതിരുന്നൊരുത്തി. അപ്പുറത്ത് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ജീവിത പങ്കാളി. അയാൾക്കിനി ജീവൻ തിരിച്ചു കിട്ടുകയില്ലയോ എന്നറിഞ്ഞു വിട്ട് വേണം മക്കളെ കല്ലറയിലേക്ക് എടുക്കാൻ. ആശിച്ചു മോഹിച്ച് കാത്തിട്ട് കിട്ടിയ 2 മക്കൾ. അന്ന് ചെറുപ്പത്തിലെ 4 വയസ്സുള്ള സമയത്ത് ദർശന എന്ന് പറയുന്ന കുട്ടി അമ്മയുടെ കൈപിടിച്ച് ദേവാലയത്തിലേക്ക് നടന്നുപോയി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് തിരിച്ചു വരുന്ന വഴിയില് കൊച്ചു കുഞ്ഞുമക്കളെയൊക്കെ കണ്ടപ്പോൾ അമ്മമാരുടെ കൈകളിലും ഒക്കത്തൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ദർശന അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് നമുക്കെന്തേ, എനിക്കെന്തേ ഒരു കുഞ്ഞു വാവ ഇല്ലാതെ പോയേ? അമ്മ അന്ന് സ്നേഹത്തോടെ അവളെ എടുത്ത് ചുംബിച്ചിട്ട് പറഞ്ഞു, ഉണ്ണീശോയുടെ കയ്യില് ഒരുപാട് കുഞ്ഞുമക്കളുണ്ട്, മോളൊന്ന് ചോദിച്ചേ, ഉണ്ണീശോ തരും. അന്നു മുതൽ ദർശന ചോദിച്ചിട്ട് ലഭിച്ചതാണ് ഡോണ. ഈ വിറങ്ങലിച്ചു കിടക്കുന്ന മൃതശരീരങ്ങൾ അപ്പുറത്തും ചാവാറായി മരണത്തിന് മുഖാമുഖം കണ്ടുകൊണ്ട് ഇപ്പുറത്ത് ഗൃഹനാഥനം കിടക്കുമ്പോൾ ഒരുപാട് പേരിരുന്ന് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ആലുവ മംഗലപ്പുഴ സെമിനാരിയിലെ ജീസസ് യൂത്ത് പ്രവർത്തകര്, അച്ഛൻ ഉൾപ്പെടുന്ന ബ്രദർമാർ ഒരുമിച്ചിരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവർക്കൊരു കത്തെഴുതി, പ്രിയപ്പെട്ട മിനി ടീച്ചർ, നിങ്ങളുടെ ദുഃഖത്തിന് എന്ത് ആശ്വാസം പകരണമെന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഞങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. എങ്കിലും കർത്താവിന്റെ വിടാത്ത അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ ദിവസം മുഴുവൻ ഡേവിസ് മാഷിനെ തിരിച്ചു കിട്ടാനായിട്ട് ഞങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. വിശുദ്ധ ബലി ഉൾപ്പെടെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരുപാട് കാര്യങ്ങള്. എവിടെയോ ഉള്ള ഒരു മിനി ടീച്ചർക്ക് വേണ്ടിയിട്ട്, എവിടെയോ മരിക്കാൻ കിടക്കുന്ന ഡേവിസ് മാഷിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഒക്ടോബർ മാസത്തിൽ 18-ാം തീയതി ഒരു കത്ത് തിരിച്ചു വന്നു. പ്രിയപ്പെട്ട ബ്രദർമാരെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയത് നിങ്ങൾ വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എന്റെ ദർശനയുടെയും ഡോണയുടെയും സംസ്കാര ശുശ്രൂഷയിൽ എന്റെ ഭർത്താവ് എന്നോട് ചേർന്നിരുന്നുകൊണ്ട് സമചിത്തതയോടെ അവരുടെ ശവസംസ്കാര കർമ്മത്തിൽ പങ്കുചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി നന്ദി. നിങ്ങളെ പോലെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാ എന്റെ പ്രിയപ്പെട്ട ഡേവിസ് മാഷിനെ. ബ്രദർമാരെ, നിങ്ങള് എന്നെ കുറിച്ച് നിങ്ങൾ എവിടെയൊക്കെ പറയുമോ അവിടെയൊക്കെ പറയണം. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്റെ മക്കൾ മരിച്ചതിൽ എനിക്ക് സങ്കടമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ പറയണം. കാരണം എന്റെ അപ്പനൊരു വൈദികനാണ്. ദർശനെ മാമോദിസ നോക്കുന്ന സമയത്ത് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ കയ്യില് ദൈവമേൽപ്പിച്ച അനുഗ്രഹത്തിന്റെ വിത്താണത്. നിങ്ങളെ ഏൽപ്പിക്കുമ്പോ വിശുദ്ധിയോടെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. നാളെ ഒരുപക്ഷെ ഈശോ കൊണ്ടുപോകും. 5 വർഷം കഴിഞ്ഞ ഒരുപക്ഷെ ഈശോ കൊണ്ടുപോകും. 100 കൊല്ലം കഴിഞ്ഞ് നിങ്ങളില്ലാത്തപ്പോ ഈശോ കൊണ്ടുപോകും. പക്ഷേ ദൈവം കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ ഏൽപ്പിച്ച വിശുദ്ധിയോടെ നിങ്ങളുടെ മക്കളെ തിരിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എങ്കിലേ നീ ഒരു അമ്മയാകുന്നുള്ളൂ, എങ്കിലേ നീ ഒരു അപ്പനാകുന്നുള്ളൂ. നിങ്ങളെ ഭരമേൽപ്പിച്ച കുഞ്ഞുങ്ങളെ വിശുദ്ധിയോടെ തിരിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് കേൾപ്പില്ലെങ്കിൽ നീ അപ്പനല്ല, നീ അമ്മയല്ല. ഇന്ന് ഈ മാമോദിസ വേളയില് ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് ഈ കുഞ്ഞിന്റെ അന്ത്യത്തോളം വിശുദ്ധിയെ നിലനിർത്താൻ കൃപ ലഭിക്കണമെന്ന്. പ്രിയപ്പെട്ട ബ്രദർമാരെ, എന്റെ മക്കളെ ഞങ്ങള് വിശുദ്ധിയോടെയാണ് ഏൽപ്പിച്ചത്. എന്റെ ദർശനം ചോദിച്ചിട്ട് ദൈവം എനിക്ക് തന്നതാണ് 2ാമത്തെ അരുമസന്താനം ഡോണ. 2 പേരുടെയും ചേതനയറ്റ ശരീരം കാറിൽ നിന്ന് കടലിന്റെ കയത്തിന്റെ ആഴത്തിൽ നിന്ന്
കൊടുക്കുമ്പോൾ പൊത്തിപ്പിടിച്ച് അലറിക്കരഞ്ഞതിന്റെ വേദനയില്ലാതെ ശാന്തമായിട്ട് അവർ കടന്നുപോയതിന്റെ നിറപ്പകിട്ട് കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല, എന്റെ കണ്ണ് കലങ്ങിയിട്ടില്ല. ജീവിച്ചിരുന്നിടത്തോളം കാലം അവർ വിശുദ്ധിയിൽ ജീവിച്ചു. വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു പാത്രം നിറയെ കറിയും മറുപാത്രത്തില് 2 പൊതിച്ചോറും ദർശനം ഇന്നും കൊണ്ടുപോകും. നിറയെ കൊണ്ടുപോയ കറിയെടുത്ത് പിള്ളേർക്കൊക്കെ വീതം വയ്ക്കുമ്പോൾ അവൾ അവരുടെ ചോറും മറ്റു ചോറ് പാത്രവും കൈ പിടിച്ചുകൊണ്ട് കോളേജിന്റെ സ്കൂളിന്റെ എല്ലാ മുക്കിലും മൂലയിലും നടക്കും. അങ്ങ് ദൂരെ ഏതെങ്കിലും ക്ലാസിന്റെ ഉള്ളറകളില് ഏതെങ്കിലും കൊച്ചുകുട്ടി ഭക്ഷണമില്ലാതെ ഇരിക്കുന്ന കണ്ടാല് ആ കുഞ്ഞിനെ അവള് ചേർത്ത് വിളിച്ചിട്ട് കൊണ്ടുപോകും. അങ്ങപ്പുറത്തുള്ള മരത്തിന്റെ ചൂട്ടിലേക്ക് ആരും കാണാതിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവൾ അങ്ങനെ ഭക്ഷിച്ച് എത്രയോ പേർക്ക് ഉച്ചനേരത്തിന്റെ വിശപ്പടക്കിയിട്ടുണ്ടെന്നറിയോ? ബ്രദർമാരെ, ഞങ്ങൾ അധ്യാപകരായതുകൊണ്ടല്ല, വിശ്വാസം പകർന്നു കൊടുത്തത് കൊണ്ടാകാം, ദൈവകൽപ്പനകളെ ധിക്കരിക്കാതെ ജീവിച്ചത് അവരുടെ മാതൃകയാക്കിയത് കൊണ്ടാകാം, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത് കണ്ടുകൊണ്ടാകാം, സമയം കിട്ടുമ്പോ ഇന്റർവെൽ ടൈമില് ഏറ്റവും ബുദ്ധിശൂന്യരായിട്ട് പഠിക്കാൻ കുറവുള്ളവരായിട്ടുള്ളവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ദർശനം പോകും. ക്ലാസ് വ്യത്യാസമില്ലാതെ അപ്പുറത്ത് പോയിരുന്ന് പഠിപ്പിക്കും. ഒരമ്മ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പോലെ, ഞാൻ എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ച പോലെ, ഒരു ചേച്ചി അനിയത്തിയെ പഠിപ്പിക്കുന്ന പോലെ അവള് പഠിപ്പിക്കും. എന്റെ മക്കൾ 2 പേരും ചേതനയേറ്റ് കിടക്കുമ്പോ സ്കൂളിൽ നിന്ന് എല്ലാവരും വന്ന് ഇവരെ കണ്ട് പൂക്കൾ വാരി പൂ വിതറി എഴുന്നേറ്റ് പോകുമ്പോ ബുദ്ധിയിൽ കുറവുള്ളതെന്ന് സമൂഹം വിശേഷിപ്പിക്കുന്ന കുറെ മക്കള് ഇനി ഞങ്ങൾക്ക് ആരാ പറഞ്ഞു തരാനുള്ള എന്ന് ചോദിച്ച് വൈകിക്കരഞ്ഞപ്പോ എന്റെ ദർശനം വിശുദ്ധിയോടെയാ കടന്നുപോയേക്കണം. എന്റെ അനിയത്തി എന്നെ എന്തോരം ഉപദ്രവിച്ചാലും ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങിയതാ. അതുകൊണ്ട് ഞാൻ അവൾ ഒന്നും ചെയ്യില്ല. അങ്ങനെയാ ഡോണയെ അവൾ വളർത്തിയത്. അച്ഛാ, കഴിഞ്ഞ ക്രിസ്മസിലാണ് എന്റെ പിള്ളേര് ഉണ്ണിയുടെ മാലാഖമാരുടെ വേഷമിട്ട് നിന്നതാ. ഇന്നവര് ഉണ്ണിയുടെ അടുത്ത്. ഈ സങ്കടമില്ല കേട്ടോ. എന്റെ മക്കൾ ഉണ്ണിയുടെ അടുത്തുള്ളത് കൊണ്ട് എനിക്ക് സങ്കടമില്ലെന്ന് പറയുന്ന നല്ലൊരമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് 33 വർഷം മുമ്പ് ദൈവത്തിൽ നിന്ന് ഉദരത്തില് ഒരു കുഞ്ഞിനെ ഏറ്റുവാങ്ങിയിട്ട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു. 33 വർഷങ്ങൾക്ക് ശേഷം 13ാം സ്ഥലം നമ്മൾ പിന്നിട്ട് കഴിയുമ്പോൾ ഇവിടെ വെച്ചിട്ടില്ല, ഇവിടെ പള്ളിയില്ല. 13ാം സ്ഥലത്തിലേക്ക് നോക്കുമ്പോൾ അറിയാം, ചേതനയേറ്റ മൃതശരീരമെടുത്ത് മടിയിൽ കിടത്തിക്കൊണ്ട് പിയാത്ത ആയിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോ ആ അമ്മയുടെ കണ്ണുനീരിൽ ഒരു തുള്ളി കണ്ണീര് വന്നിട്ടില്ല ബ്രദറെ. കാരണം ആ കുഞ്ഞിനെ ദൈവമേൽപ്പിച്ച് ദൗത്യം പൂർത്തിയാക്കിയിട്ട് കുരിശിൽ നിന്നിറങ്ങി രക്ഷ കൊടുത്തിട്ട് അവൻ കടന്നുപോയേ. അതുകൊണ്ട് ആ അമ്മയുടെ തുള്ളി കണ്ണുനീര് പോലും ഭൂമിയിൽ വീഴാതെ അവള് നമുക്കൊക്കെ അമ്മയായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അച്ഛാ, ബ്രദറെ, ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഞങ്ങളുടെ മക്കളെ പ്രതി. 13ാം സ്ഥലത്ത് ധ്യാനിച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കളുടെ മുമ്പിൽ ഒരു തുള്ളി കണ്ണീര് വീഴാതെ ഇരുന്നു. അടക്കു തീരുവോളം. അത് കഴിഞ്ഞ് എന്റെ മുറിയിൽ കടന്ന് നഷ്ടപ്പെട്ട മക്കളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒരു വാക്ക് പറയാനായിട്ട് അവസരം കൊടുക്കാതെ അവരെ തമ്പുരാനെ നീ തിരിച്ചെടുത്തില്ലേ എന്ന് ചോദിച്ച് എല്ലാവരും വിളിച്ച് ഞാൻ കരഞ്ഞു. ജനത്തിന്റെ മുമ്പിൽ എനിക്ക് കരയണ്ട, എന്റെ തമ്പുരാന്റെ മുമ്പിൽ എനിക്ക് കരഞ്ഞാ മതി. തമ്പുരാന്റെ മുമ്പില് അലറി വിളിച്ചു സങ്കടങ്ങളുടെ മുമ്പിൽ കരയുന്ന നല്ലൊരമ്മ. ഉത്തമ ദൃഷ്ടാന്തമല്ലേ ജീവിക്കുന്നത്? ഇതിനൊരു ദൈവസ്നേഹമില്ലേ മക്കളെ? ഇതൊരു ദൈവത്തിന്റെ സ്നേഹമല്ലേ? തന്ന മക്കളെ വിശുദ്ധിയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ പറ്റിയതിനെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്ന ഒരമ്മ ദൈവസ്നേഹത്തിന്റെ മുഖച്ഛായയല്ലേ നമുക്ക് തരുന്നത്? ക്രൂശിതനായവനെ മടിയിൽ കിടത്തിയിട്ട് അമ്മ കരയാതിരുന്ന പരിശുദ്ധമ്മയുടെ തത്തുല്യമായിട്ട് ജീവിക്കുന്ന സാക്ഷിയായിട്ടല്ലേ ഇന്നും തിരുവല്ല രൂപതയിലെ വിവിധ ഭാഗങ്ങളില് ഈ അമ്മയും ഈ അപ്പനും ഒരുപക്ഷെ നിങ്ങൾ അവരുടെ ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം ഇവരുടെ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ.